വന്യ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ വിശ്വാസികളെ, പെന്തിക്കോസിക്ക് ശേഷമുള്ള 7ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. അതോടൊപ്പം തന്നെ ഈ ഡേറ്റിന് തീയതിക്കൊരു പ്രത്യേകതയുണ്ട്. ശമൂൻ ദസ്തൂനോ എന്ന് പറയുന്ന പിതാവിൻ്റെ ഓർമ്മ ദിവസം കൂടെയാണ്. ജൂലൈ 27. തൂണിന്മേൽ ഇരുന്നവൻ തൂണിന്മേൽ ഇരുന്ന് വർഷങ്ങളോളം പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് ഈ ശമൂൻ ദസ്തൂനോ. അപ്പം ആത്മീകമായിട്ട് ദൈവവുമായി സംസർഗം ചെയ്താൽ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനുള്ള കഴിവും പ്രാപ്തിയും ദൈവം നമുക്ക് നൽകും എന്ന് പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതചര്യകൾ, അവരുടെ ജീവിത രീതികൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാനും സാധിക്കുന്നുണ്ട്. ഏതാണ്ട് ആ പിതാവിൻ്റെ വേദഭാഗവുമായി ബന്ധപ്പെട്ടൊരു വേദഭാഗമാണ് ഇന്നത്തെ വിശുദ്ധ ഏവങ്കേലിയോൻ ഭാഗം. മനുഷ്യരുടെ സകല പാപങ്ങളും, അവർ ദുഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു. ഇന്നത്തെ വിശുദ്ധ വേദഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ആദ്യ ഭാഗങ്ങൾ പറഞ്ഞാൽ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്, തൻ്റെ ശിഷ്യന്മാരുമായ കർത്താവ് ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. സ്വന്തം വീട് എന്ന് നമുക്ക് കരുതാൻ ചരിത്രകാരന്മാർ പല രീതിയിൽ പറയുന്നുണ്ട്. കർത്താവിൻ്റെ പ്രവർത്തനങ്ങളും ചിട്ടകളും ഒക്കെ കണ്ടപ്പോൾ, രീതികളുമൊക്കെ കണ്ടപ്പോൾ, ചാർച്ചക്കാരിലൊരുവൻ, ദേശവാസിയല്ല, അയൽക്കാരനല്ല, ചാർച്ചക്കാരൻ എന്ന് പറഞ്ഞാൽ ബന്ധത്തിൽപ്പെടുന്ന ഒരാൾ, ഒരു പറഞ്ഞു, ഇവൻ എന്തോ കുഴപ്പമുണ്ട്, ഇവന് സാത്താനെയും കൊണ്ടാണ് നടക്കുന്നത്, സാത്താൻ്റെ പ്രവർത്തനമാണ് ഇവന് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഈ ആദ്യ ഭാഗം. അപ്പോൾ അവിടെ പറയുന്ന ഭാഗങ്ങളൊക്കെയും പ്രത്യേകിച്ച് ഓർത്ത് നോക്കുക. സാത്താനെയും കൊണ്ട് പുറത്താക്കുവാൻ കഴിയുമോ? ഇവൻ ഇന്നയാളുടെ മകനാണ് അല്ലെങ്കിൽ ഇന്നയാളുടെ മകളാണുള്ള ചിന്തകളൊക്കെയും അവൻ്റെ ഈ മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. പിന്നെ ഇവൻ എങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്നുള്ള ചിന്താഗതി. ഇന്നത്തെ മനുഷ്യനിലുണ്ടാകുന്ന ഒരു ചിന്ത, ഒരു സ്വഭാവം വളരെ കാലങ്ങൾക്ക് മുൻപേ ദൈവം യേശു ക്രിസ്തു പ്രവർത്തിച്ചിരുന്ന കാലങ്ങൾ തന്നെ വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യന് നേരെ നീ എന്തെങ്കിലും ദൈവദൂഷണം പറഞ്ഞാൽ, മനുഷ്യന് നേരെ എന്തെങ്കിലും ദൂഷണം പറഞ്ഞാൽ അവ ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി നീ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. ഇനി എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ പാപങ്ങൾ? ഇത് മാത്രമേ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വിശുദ്ധ കുർബാനക്രമം മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ കാണും. വീട്ടിൽ ചെന്നിട്ട് പേജുകളൊന്ന് മറിച്ച് നോക്കണം. ആ പേജിൽ തന്നെ കിടപ്പുണ്ട് ഈ ഭാഗങ്ങളെല്ലാം. കുർബാനക്രമം വായിച്ചെങ്കിലല്ല ഉള്ളല്ലേ. പള്ളി വരുന്നതന്നെ കൈയും വീശിയാണ് വരുന്നത്. അതൊരു ഭാരമാണ്. കുഞ്ഞുങ്ങളുടെ തല ഒരു തുണി പോലും ഇട്ടുകൊണ്ട് വരാൻ ഭാരമായി ഇന്ന് എല്ലാവർക്കും. അപ്പം അതുപോട്ടെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് നോക്കണം. വിശുദ്ധ കുർബാനക്രമം എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിന് വിരോധമായ പാപങ്ങൾ വളരെ വ്യക്തമായിട്ട് 6 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് നമ്മളൊക്കെ, ഞാനും നിങ്ങളും, ഞാൻ സാധാരണ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്, പ്രസംഗിക്കുന്നവനും ശരിയല്ല, പ്രസംഗം കേൾക്കുന്നവരും ശരിയല്ല. ആ ഒരു യുഗത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നതും ജീവിക്കുന്നു. എന്നെ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ആ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം നമ്മളെല്ലാം നല്ലവരാണ്, ഒരു കുറ്റവുമില്ലാത്തവരാണ്, ഒരു തെറ്റും ചെയ്യാത്തവരാണ്, പരുമല തിരുമേനിയെക്കാട്ടിൽ പരിശുദ്ധനാണ് എന്നുള്ള ചിന്താഗതിയോടെ നമ്മൾ തിരുമേനിയുടെ അടുക്ക പോലും പ്രാർത്ഥിക്കാൻ വരുന്നു. പിന്നെ ഞാൻ ഒരു വാക്ക് പറയാനുണ്ട്, ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് വരണം. ദൈവം ആഗ്രഹിക്കുന്നിടത്ത് നമുക്ക് പോകാൻ സാധിക്കത്തില്ല, അല്ലേ? ഇന്നത്തെ കൂദാശകൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായിട്ടത് കാണാം. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം വരണം. അല്ലാതെ
ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് പോകാൻ തയ്യാറല്ല. അതുകൊണ്ട് ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനൊരു സംസാരം വരുമ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ആരാ? ഞാനാ നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഇപ്പം തിരിച്ചാ വന്നിരിക്കുന്നത് അല്ലേ? തലമുറയുടെ വ്യത്യാസമുണ്ട്. പഴയ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ ഭയം ഉണ്ടായിരുന്നു. ഇന്ന് തിരിച്ചാ, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ഭയം. ഇതെല്ലാം തിരിഞ്ഞു മറിഞ്ഞുകൊണ്ടേ ഇരിക്കുക. ആ ഒരു യുഗത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വിരോധമായ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. 6 കാര്യങ്ങൾ ഞാനൊന്ന് കമ്പി വാക്യത്തിൽ പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. അതാണ് ഇന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. 1, ഞാനും നിങ്ങളും പറയുന്നതാണ്, ക്ഷമിക്കാൻ കഴിവുള്ളതല്ലേ കർത്താവ്. അതുകൊണ്ട് കർത്താവ് ക്ഷമിച്ചോളും. ഏത് പാപം ചെയ്താലും ദൈവം കരുണ ചെയ്തോളെന്നുള്ള അനർഹമായ ചിന്ത. അതാ പറഞ്ഞത്, ദൈവം ക്ഷമിക്കുന്നവനല്ലേ. കുരിശിൽ അവസാനം കിടന്ന് കരഞ്ഞവനും ദൈവം സ്വർഗരാജ്യം കൊടുത്തവനാണ്. പിന്നെ നമ്മൾ ഇച്ചിരി പാപം ചെയ്തെന്നോ തിന്മ ചെയ്തെന്നോ വെച്ചാൽ ദൈവം ക്ഷമിച്ചോളും. എന്ന് വെച്ചാൽ അറിയാം ഞാൻ ചെയ്യുന്നത് തിന്മയാണ്, തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിച്ചുകൊണ്ടും മനസ്സിൽ ആലോചിച്ചുകൊണ്ടും ഞാൻ പറയുന്നു, ദൈവം ഏത് പാപം ചെയ്താലും ക്ഷമിച്ചോളൂ. അതുകൊണ്ടാണ് ഇന്ന് ഓർത്തഡോക്സ് സഭയിൽ കുമ്പസാരം വേണ്ടെന്നായത്. സഭയായിട്ടില്ല, ജനങ്ങൾക്ക് എന്താ, അച്ഛൻ തലേ 2-3 കുരിശ് വരച്ചാൽ മതി, എല്ലാ പാവവും മാറി, എല്ലാം ഒഴുകിപ്പോയി അല്ലേ? അതുകൊണ്ട് കുമ്പസാരം ഇന്നില്ല നമ്മുടെ സഭയിൽ. എന്താ നമ്മുടെ ചിന്ത? എന്ത് ചെയ്താലും ദൈവം ക്ഷമിക്കുന്നവനാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഇന്ന് കൗൺസിലിംഗ് പാസ്സായി വരുന്ന അല്ലെ പഠിച്ചു വരുന്ന, കൗൺസിലിങ്ങിനെ കുറിച്ച് ABVC അടിയാതെ അക്കാഡമിക്കലി പഠിച്ച് പാസ്സായെടുക്കൽ നമ്മുടെ കുഞ്ഞുങ്ങളെയോ മുതിർന്നവരെയോ കൊണ്ട് ചെന്ന് കൗൺസിലിംഗ് നടത്തുന്നത് നമുക്ക് യാതൊരു പഞ്ഞവുമില്ല. ഒരു സത്യകുമ്പസാരം നടത്താൻ നമുക്ക് ഇന്ന് തയ്യാറല്ല. അതുകൊണ്ട് ഏത് പാപം ചെയ്താലും ദൈവം ക്ഷമിച്ചുകൊള്ളുന്നുള്ള അനർഹമായ ചിന്ത, ഇതാണ് 1ാമത് പരിശുദ്ധാത്മാവിന് എതിരെയുള്ള പാപം എന്ന് ഓർത്തിരിക്കുക. 2ാമത് നിരാശ. നമുക്ക് ആർക്കും നിരാശയില്ലാത്തവരാ അല്ലേ? ദൈവമാണ് നമ്മളെ ഈ ലോകത്തിലാക്കി തീർത്തത്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ട്, നമ്മെക്കുറിച്ചൊരു ചിന്തയുണ്ട്. ആ ദൈവം നമ്മെ കരുതിക്കൊള്ളും എന്നുള്ള ഒരു ഉറച്ച പ്രത്യാശയുടെ ക്രിസ്തീയ ജീവിതം നമുക്കില്ല. ഒരു ഉറച്ച പ്രത്യാശ നമുക്കില്ല. എന്തെങ്കിലും ചെറുതോ വലുതായ പ്രതിബന്ധങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം നിരാശയിലേക്ക് കൊണ്ടുപോകുന്നു. അതുമൂലം നമ്മൾ പലവിധമായ രോഗങ്ങൾക്ക്, മാനസിക സംഘർഷങ്ങൾക്ക്, പിന്നെ കൗൺസിലർമാരെ കാണാൻ പോവുക, ഇങ്ങനെയുള്ള സംഘർഷങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ എനിക്ക് ആ പരിചയമുള്ള ഒരാൾ വന്ന് പറഞ്ഞു, സ്കൂളിൽ പോകാറാകുമ്പോൾ മകന് ഛർദിൽ, വയറ്റിളക്കം ഭയങ്കര പ്രശ്നം. സ്കൂളിൻ്റെ സമയം കഴിയുമ്പോൾ ഒരു പ്രശ്നവുമില്ല. ഓരോ കുഞ്ഞുങ്ങളുടെ ഓരോ വിഷയങ്ങൾ, ഓരോന്ന് പറയാൻ ഒത്തിരി പറയാൻ കാണും, അതൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഒരു പ്രത്യാശ നമുക്ക് ക്രിസ്തുവിലില്ല. എൻ്റെ ദൈവം എന്നെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നെങ്കിൽ അവൻ എന്നെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ട്, അവൻ എന്നെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. അവൻ എന്നെ നേരായ മാർഗത്തിൽ മാത്രമേ നയിക്കുകയുള്ളൂ, തെറ്റാ വഴിയിലേക്ക് അവനെ വഴി നടത്തുകയില്ല. ഈ ഒരു ഉറച്ച വിശ്വാസം നമുക്കില്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ നിരാശയിലാണ്. ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല, ഒരു സന്തോഷവുമില്ല. നമുക്ക് മുഖത്തുണ്ടോ ചിരിച്ചു കാണിക്കും നമ്മൾ പുറമേ. എന്നോട് പലപ്പോഴും പലരും ചോദിക്കും അച്ഛൻ എന്താ ഒന്ന് ചിരിക്കാത്തതെന്ന് ചോദിക്കും പലപ്പോഴും. എനിക്ക് ചിരി അങ്ങനെ എന്തുവാ ഈ ആർട്ടിഫിഷ്യലായിട്ട് കാണിക്കാൻ എനിക്ക് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കാണുന്നത് ചിരിച്ച് കാണിക്കുന്നവരെല്ലാം നല്ലവരാണ്. കൂടുതൽ ചിരിക്കുന്നവനും അല്ലെങ്കിൽ പോകുന്നില്ല. അത് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, പോട്ടെ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക, ദൈവം നമ്മെ അയച്ചിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. അവനെ ദൗത്യം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം പൂർത്തീകരിക്കുക. അത് കുടുംബജീവിതമായാലും ശരി, അധ്യാപകനായാലും ശരി, വക്കീലായാലും ശരി, ഇനി വൈദികനായാലും ശരി, മേൽപ്പെട്ടക്കാരനായാലും ശരി, ഏൽപ്പിക്കപ്പെട്ട ജോലിയിൽ അഹന്ത വിട്ടുകളഞ്ഞിട്ട്, അഹങ്കാരം വിട്ടുകളഞ്ഞിട്ട് നിരാശയില്ലാതെ പ്രത്യാശയോടെ ജീവിക്കുവാൻ കഴിയണം. നമുക്ക് ചില സ്ഥാനമാനങ്ങളെ കിട്ടി കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ചിന്ത ഞാനാ പിന്നെ വലുത്, എൻ്റെ മേളിൽ പിന്നെ ആരെയില്ല, ഈ ഒരു ചിന്തയൊക്കെ നമുക്കുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പണം കൈ കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ചിന്തയുണ്ട്. പക്ഷെ ഇവൻ്റെ എല്ലാം മനസ്സിൽ നിരാശയുണ്ട്. എത്ര പണക്കാരനായാലും എത്ര പാവപ്പെട്ടവനായാലും ഇവൻ്റെ എല്ലാം ഉള്ളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അകത്തോട്ട് കയറി നോക്കണം, അപ്പം അറിയാം പ്രശ്നങ്ങൾ. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോലും. അപ്പം 2ാമത് നിരാശ. 3ാമത് സത്യനിഷേധം അല്ലേ? സത്യം അറിയാമെങ്കിലും അത് പറയത്തില്ല, പ്രകടിപ്പിക്കത്തില്ല. നമ്മുടെ ഒരു കുഴപ്പമായത്
എല്ലാം നമ്മുടെ ഭൗതികമായ വളർച്ചയുടെ ഭാഗമായിട്ട് ആത്മീയമായി വന്നിരിക്കുന്ന പരാജയങ്ങളാണ്. സത്യനിഷേധം, സത്യം അറിയാം, സത്യം ഇത് ഇന്നതാണ് സത്യമെന്ന് അറിയാമെങ്കിലും അത് പറയുവാനുള്ള, നിഷേധിക്കുവാനുള്ള യാതൊരു മടിയുമില്ലാത്ത സമൂഹം. പ്രത്യേകിച്ച് അതിന് നമുക്ക് ആരാന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇവിടെ എല്ലാവരും വരുന്നുണ്ട്. ഈ പലരെ പിന്നെ മുട്ടിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അവർക്ക് എന്നോട് ദേഷ്യം ഉണ്ടാണ്, ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ കാറ്റഗറി ഇപ്പോൾ ഉണ്ട്. ഉരുളുന്ന സൈസുകൾ ആത്മീയതയിലും ഉണ്ട്, ഭൗതികതയിലും ഉണ്ട്. കാര്യസാധനത്തിന് വേണ്ടിയാണ് സത്യനിഷേധം. 4, അവരുടെ ആത്മീയ പുരോഗതിയിലുള്ള അസൂയ. ഇതൊന്നും ഇല്ലാത്തൊരു നമുക്കല്ലേ. ആരെങ്കിലും നന്നായി പ്രവർത്തിക്കുകയും വളരുകയും ചെയ്യുന്നെങ്കിൽ അവൻ്റെ കാല് വെട്ടുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇത് വായിച്ചു നോക്കണം. വേണ്ടി ഞാൻ ശാന്തമായിരുന്ന ഒരു ദിവസം ഇത് മെഡിറ്റേറ്റ് ചെയ്യണം, ഈ 6 കാര്യങ്ങൾ. എന്നിട്ട് വേണം ഇനിയുള്ള നോമ്പുകളും വരാൻ പോവാം. നോമ്പ് അടുത്ത ആഴ്ച 1-ാം തീയതി ആകാൻ പോവാം. വെള്ളിയാഴ്ച തൊട്ട് അടുത്ത നോമ്പ് തുടങ്ങുക. അതിന് മുമ്പേ ഒന്ന് മാതാവിൻ്റെ പെരുന്നാളിലേക്ക് കടന്നു വരിക, വാങ്ങിപ്പോ പെരുന്നാളിലേക്ക് ഒന്ന് പരിശോധിക്കണം. ഇത് വായിച്ച് ശാന്തമായിരുന്ന് ഒന്ന് വായിച്ചു നോക്കണം. അവരുടെ ആത്മീയ പുരോഗതിയുള്ള, ഞാൻ അതിന് വേറൊരു വാക്കോട് പറയുന്നു, ആത്മീയവും ഭൗതികമായ പുരോഗതിയുള്ള അസൂയ. അവൻ ആത്മീയമായി വളർന്നാലും പ്രശ്നം, ഭൗതികമായ അവന് നേട്ടം കിട്ടിയാലും പറയും ഇവൻ എവിടുന്നോ കള്ളപ്പണം കൊണ്ടുവന്നാൽ ഇവൻ എന്തോ എവിടുന്നോ മൂട്ടിച്ചതാണ്. ഇതാണ് നമ്മുടെയൊക്കെയും വ്യാഖ്യാനങ്ങൾ. അത് ഏത് കാറ്റഗറിപ്പെട്ടവർക്കും ഏത് നിലയിലുള്ളവർക്കും പറയുന്നതിന് യാതൊരു മടിയുമില്ല. ആരെയും നമ്മൾ താറടിച്ച് കാണിക്കുന്നതിന്, ആരെയും നമ്മൾ മോശമാക്കി കാണിക്കുന്നതിന് നമുക്ക് ഒരു പ്രയാസവുമില്ല, അല്ലേ? കാരണം എൻ്റെ മേൽ ആരും ഉയരാൻ പാടില്ല. യോഹന്നാസ്നാവും പറയുന്നുണ്ട്, അവനോ വളരണം ഞാനോ കുറയണം. ഇതാണ് ക്രിസ്ത്യാനിയുടെ ധർമ്മം. അവനോ വളരണം ഞാനോ കുറയണം. നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇത്? അല്ലേ? ഇവിടെ നേർച്ച കൊടുത്താൽ ഇച്ചിരി കുറഞ്ഞു പോയെങ്കിൽ അവിടെ കുശുകുശുപ്പുണ്ടാകും, അല്ലേ? അല്ലെങ്കിൽ അറിയാതെ പാക്കറ്റ് എടുത്തുകൊണ്ട് പോകും. കാരണം ഞാൻ കുറയാൻ പാടില്ല. വേറൊരു സാധനം കൊടുത്താലും എനിക്കിത്രയേ ഉള്ളൂ എന്ന് ചോദിക്കും. അതിനും കർത്താവ് പറയുന്നുണ്ട്, 9-ാം മണി നേരത്തും 3-ാം മണി നേരത്തും ഏത് യാമത്തിൽ വന്നാലും എൻ്റെ പ്രതിഫലം ഒന്ന് തന്നെയാണ്, ഞാൻ നൽകുന്ന പ്രതിഫലം ഒന്ന് തന്നെയാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ ഓർത്തിരിക്കണം. ഏത് യാമത്തിൽ വന്നാലും ദൈവം നൽകുന്നത് നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധി അനുസരിച്ചാണ്, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ വിശുദ്ധി അനുസരിച്ചാണ്, ശുദ്ധി അനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും ദൈവം സന്നിധിയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. പിന്നെ മനഃപൂർവ്വ പാപാസക്തി, അറിഞ്ഞുകൊണ്ട് തന്നെ പാപം ചെയ്യുക, തെറ്റാണെന്നറിയാമെങ്കിലും മദ്യപാനം, അങ്ങനെ പല കാര്യങ്ങൾ. സമയം പോലെ ഞങ്ങൾ കൂടുതൽ. അടുത്തതായിട്ട് സമ്പൂർണ്ണമായ അനുതാപത്തിനുള്ള വിമുഖത. അത് ഞാൻ ആദ്യം പറഞ്ഞു. ഏത് പാപം ചെയ്താലും സമ്പൂർണ്ണമായ അനുതാപത്തിനുള്ള, തെറ്റിനെ അംഗീകരിക്കാനുള്ള മടി. പാപമുണ്ടെങ്കിൽ സത്യകുമ്പസാരം, ആത്മീയ പുരോഗതിൻ്റെ അടുക്കൽ വന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ തിരിശുദ്ധം അനുഭവിക്കാനുള്ള മടി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വിരുദ്ധമായ പാപങ്ങളാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദൂഷണം പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും, പക്ഷേ ഞാൻ നിങ്ങളെ ഈ ലോകത്തിലാക്കി വച്ചിരിക്കുന്നത് എൻ്റെ ദൗത്യം ഈ ലോകത്തിൽ അയക്കുകയാണ്. കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോൾ നിങ്ങൾ ലോകമെങ്ങും പോയി എന്നെ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞത്. നിങ്ങളെ ആരെങ്കിലും സ്വീകരിക്കുന്നെങ്കിൽ അവിടെ നിങ്ങൾ അവരോടൊപ്പം പാർക്കാൻ പറയുന്നു, ഇല്ല എങ്കിൽ പോരുമ്പോൾ ഞങ്ങൾക്കിതിനകത്ത് പങ്കില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോരാൻ പറയുന്നു. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം സത്യവിശ്വാസത്തോടെ നിരാശയില്ലാതെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് ചെയ്യുവാനുള്ളതാണ്. അല്ലാതെ സമൂഹത്തിൽ അന്യോന്യം പഴിചാരിയും അന്യോന്യം മറ്റുള്ളവരെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കുതികാല് വെട്ടിയും, അല്ലെങ്കിൽ എനിക്ക് കാര്യസാധ്യത്തിന് വേണ്ടി ചുമതലപ്പെട്ടവരുടെ പ്രീതിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ പറഞ്ഞു ഒക്കെ നമ്മൾ ജീവിക്കുന്നത് അപകടത്തിൻ്റെ, ഇന്നല്ലേ നാളെ ദൈവം അപകടത്തിലേക്കാണെന്ന് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവിരുദ്ധമുള്ള പാപങ്ങൾ 6 എണ്ണം വിശുദ്ധ കുർബാനക്രമത്തിലുണ്ട്, വളരെ വ്യക്തമായിട്ടുണ്ട്. ആ ഒരു ചിന്തയോടുകൂടെ ദൈവസന്നിധിയിൽ ജീവിപ്പാൻ ഇടയാകുക. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രുക്കളെന്ന് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. അവനവൻ്റെ വീട്ടുകാർ തന്നെയാണ് അവനവൻ്റെ ശത്രു. കർത്താവ് കടന്നു വന്നപ്പോൾ അവൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ചാർച്ചക്കാരനായിട്ട് പറയുന്നു, ഇവൻ വേൽസ് പോലെ സാത്താനെയും കൊണ്ടാണ് നടക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട്, അവനവൻ്റെ വീട്ടുകാർ തന്നെ അവനവൻ്റെ ശത്രുക്കൾ 36-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുകയും കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇല്ലാതായി ദൈവസന്നിധിയിൽ
പരിശുദ്ധാത്മാവിന് വിരുദ്ധമായ പാപത്തിന് അടിമയായി പോകുന്നുവെന്ന് പ്രത്യേകിച്ച് നാം ഓർക്കുക. അതുകൊണ്ട് ഈ പാപങ്ങൾ വിട്ടൊഴിഞ്ഞ് ദൈവസന്നിധിയിൽ ജീവിപ്പാൻ ഒരുങ്ങുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെവരെയും അതിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മക്കളിലപ്പം